ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വാഹന സംബന്ധമായ ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് ഞാൻ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനനുബന്ധമായ പലരും എന്നോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പുതിയ വീഡിയോ ചെയ്യുന്നത്. അതെൻ്റെ അറിവുകളിൽ നിന്നുമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഒരു അംഗമായി മാറുക. എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഞാൻ വാഹനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ കാര്യത്തെപ്പറ്റിയും എനിക്ക് കിട്ടിയ ഗുണങ്ങളെ പറ്റിയും അത് നിങ്ങൾക്ക് കൂടെ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് വാഹനം വാങ്ങിക്കുന്ന കാര്യത്തെപ്പറ്റി നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അതിനകത്ത് ഒളിച്ചിരിക്കുന്ന ബാങ്കിൻ്റെ ഒരു തന്ത്രമുണ്ട്. നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ തന്ത്രം. അത് നമുക്ക് ആവശ്യമാണ്. ബാങ്കിന് ലോൺ ഇല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ 100 പേര് ഒരാൾക്ക് മാത്രമേ പറ്റുള്ളായിരിക്കും, അല്ലെങ്കിൽ 2 പേർക്ക് പറ്റുള്ളായിരിക്കും റെഡി ക്യാഷ് കൊടുത്തെടുത്ത് വാങ്ങിക്കാം. ബാക്കി എല്ലാ 98% ആളും ലോൺ എടുത്താണ് എടുക്കുന്നത്. ഈ ലോൺ എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ ആ ഷോറൂമിൽ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ കുറേയേറെ ബാങ്കിൻ്റെ ആൾക്കാർ കാണും, ഒരു ലോൺ സെക്ഷൻ കാണും. ആ ലോൺ സെക്ഷൻ്റെ കാര്യം ആദ്യമേ വണ്ടി വന്ന് ഇഷ്ടപ്പെടുന്നു, വണ്ടി ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നു, എക്സിക്യൂട്ടീവ് നമ്മളോട് കാര്യങ്ങൾ പറയുന്നു. എക്സിക്യൂട്ടീവ് പറയുന്നതനുസരിച്ച് നമ്മളെല്ലാം കേട്ട് ഓക്കെ കഴിയുമ്പോൾ സാറേ ലോൺ വേണ്ടതെന്ന് എക്സിക്യൂട്ടീവ് നമ്മളോട് ചോദിക്കും. എക്സിക്യൂട്ടീവ് ചോദിക്കും, തീർച്ചയായിട്ടും ലോൺ വേണമല്ലോ. ലോൺ വേണ്ട പ്രൊസീജിയറിന് വേണ്ടിയിട്ട് മറ്റൊരാൾ നമ്മൾ ബന്ധപ്പെടുന്നു. അത് ഏത് ബാങ്കിൻ്റെ ആണെന്ന് പോലും നമ്മൾ ആദ്യമേ അറിയാം. ലോൺ എത്ര സാറിന് വേണ്ടേ, എങ്ങനെയാണ് നോക്കുന്നത്, എങ്ങനെയാണ് സാറിൻ്റെ തിരിച്ചടവ് കപ്പാസിറ്റി, സാർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നു. നമ്മൾ അതിനൊക്കെ വിശദമായ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അദ്ദേഹം പോയ ശേഷം അദ്ദേഹം നമ്മളോട് കുറേ ഫോർമാലിറ്റികളോ ഇന്ന സാധനം വേണം, ഇത്ര പേപ്പറുകൾ വേണം, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയണം, നമ്മുടെ ബിസിനസ്സാണ്, ബിസിനസ്സിനെ പറ്റി, ജോലിയാണ്, അതിൻ്റെ സാലറി സ്ലിപ്പ് അത് വേണ്ടി വരും, ഫോട്ടോ വേണം, തിരിച്ചറിയൽ കാർഡ് വേണം, അതുപോലെ പാൻ കാർഡ് വേണം. കൂടാതെ ഒട്ടനവധി പേപ്പറുകളും നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെ എല്ലാ കാര്യവും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹം പ്രൊസീജിയർ എന്നുള്ള രംഗത്ത് വരും. നമുക്ക് എത്ര എമൗണ്ട് തരാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നതിന് ഏറ്റവും വലിയ ഘടകമാണ് നമ്മുടെ സിവിൽ സ്കോർ. അപ്പോൾ ഏത് ബാങ്കും, നൂതന ബാങ്കുകൾ, നാഷണലൈസ് ബാങ്കുകൾ, എല്ലാ ബാങ്കുകളും നോക്കുന്നത്, അതായത് പ്രൈവറ്റ് ബാങ്കുകൾ പോലും നോക്കുന്നത് നമ്മുടെ സിവിൽ സ്കോറാണ്. ഈ സിവിൽ സ്കോർ നമുക്ക് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹിക്കുന്ന ലോൺ കിട്ടത്തുള്ളൂ. ആ ലോൺ കിട്ടിയാൽ മാത്രമേ നമുക്ക് വാഹനം കൈപ്പറ്റാൻ പറ്റുള്ളൂ. ഈ സിവിൽ സ്കോറിൻ്റെ ഒളിച്ചിരിക്കുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ ലോൺ സംബന്ധമായിട്ട് നമ്മൾ പറ്റിക്കപ്പെടുന്ന കാര്യമാണ് ഈ വീഡിയോ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ വ്യക്തമായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർ ഇത് കാണണമെന്നില്ല, അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഗുണകരമാകുന്നൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ബാങ്കിൽ ചെന്ന്, അല്ലെങ്കിൽ ശരിക്കും എക്സിക്യൂട്ടീവിനെ കാണുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ്, അതായത് ബാങ്കിൻ്റെ ലോൺ തരുന്ന എക്സിക്യൂട്ടീവിനെ കാണുമ്പോൾ അയാൾ ലോൺ സംബന്ധമായ കാര്യം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് അയാളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയുണ്ടെന്നുള്ള കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ള കാര്യം ആദ്യമേ തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. ആ കൂടെ തന്നെ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു. എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അബദ്ധം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, നിങ്ങൾക്ക് ഗുണകരമാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു എക്സിക്യൂട്ടീവാണ് എന്നെ കാണാൻ വന്നത്. ബൊലോനോ ആണല്ലോ നമ്മൾ വണ്ടി എടുത്തത്. അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് ബാക്കി ആരും വണ്ടിയിലെ ഇഷ്ടപ്പെട്ടു. വണ്ടിയുടെ ഭാഗങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ലോൺ സെക്ഷനിലോട്ട് പോകുന്നത്. ലോൺ സെക്ഷനിൽ അവർ ആവശ്യപ്പെട്ട പേപ്പറുകളെല്ലാം തന്നെ അദ്ദേഹം വാട്സപ്പിലൂടെ എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ കേട്ട് ലോണിൻ്റെ കാര്യം ചോദിച്ചു, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കറിയാവുന്ന പരിമിതമായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഷോറൂമിൽ നിന്ന് പോകുന്ന ശേഷം അദ്ദേഹം എന്നോട് ബന്ധപ്പെടുകയും സാർ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചു തരണം, അതായത് എൻ്റെ പാൻ കാർഡ്, ആധാർ, പിന്നെ ഉള്ള എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ട് വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. അന്നേരം അതൊന്നും അദ്ദേഹം ഞാൻ ചോദിച്ച കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് എന്നോട് മറുപടി പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇയാളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ എല്ലാ പേപ്പറും അയച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറിൻ്റെ ശരിക്കും സിവിൽ സ്കോർ ഒന്ന് നോക്കണം, സിവിൽ സ്കോർ എത്ര ഉണ്ടെന്ന് നോക്കാണ്ട് ഒരു സാറൊന്ന് സഹകരിക്കില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും സഹകരിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് വാട്സപ്പിൽ ഞാനൊരു സാറിനൊരു സിവിൽ സ്കോർ ചെക്ക് ചെയ്യുകയാണെന്ന് പറയുന്നു. സാർ അത് ഏസ് എന്നുള്ള മെസ്സേജ് ഇട്ടാൽ മാത്രമേ ഉള്ളൂ സാറിൻ്റെ സിവിൽ സ്കോർ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രകാരം ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് തൊട്ട് പുറകെ വന്നു. ഞാൻ ഏസ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം സിവിൽ സ്കോർ നോക്കി. ഈ സിവിൽ സ്കോർ നോക്കിയപ്പോൾ എൻ്റെ സിവിൽ സ്കോർ വളരെ നല്ല സിവിൽ സ്കോർ ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിലും പല ആൾക്കാർക്ക് നമ്മൾ സിവിൽ സ്കോർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ സിവിൽ സ്കോർ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു പോകാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. ഒരു കാരണവശാലും നമ്മുടെ സിവിൽ സ്കോർ പലരെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാതിരിക്കുക. നമ്മൾക്കറിയാമെങ്കിൽ ആ സിവിൽ സ്കോറിൻ്റെ പോയിന്റ് പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് അറിവില്ലെങ്കിൽ മാത്രം നമ്മളത് ഏത് ബാങ്കിൻ്റെ ആളാണോ അവരോട് ആവശ്യപ്പെട്ടാൽ മതി. അതുപ്രകാരം ഞാൻ ഈ സിവിൽ സ്കോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 800ഓളം ഉണ്ടായിരുന്നു. അതായത് നല്ല പ്ലസ് പോയിന്റ് ഉള്ള 700 എബോട്ട് അത്യാവശ്യം കൊള്ളാവുന്നതാണ്. 800 ഉള്ളൂ. അദ്ദേഹം എന്നോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സിവിൽ സ്കോർ ഏത് രീതിയിൽ ചെയ്യാന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം ചോദിച്ചു, നിങ്ങളുടെ പ്രോസസ്സിംഗ് ഫീസ് ഇല്ലാതെയാണല്ലോ ലോൺ തരുന്നല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നത് ഓക്കെ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഈ എൻ്റെ പേപ്പറെല്ലാം വാങ്ങിച്ച ശേഷം
ഇദ്ദേഹം എന്നോട് വിളിച്ചു പറയുകയാണ്, ഫെഡറൽ ബാങ്ക് സാറേ ആ സ്കീം മാറ്റിയിരിക്കുന്നു, അപ്പം സാറിന് ഈ ലോൺ എടുക്കുന്ന കാര്യത്തിന് അതൊരു പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എത്രയാണ് പ്രോസസ്സിംഗ് ഫീസ് എന്ന് വെച്ചാൽ അദ്ദേഹം എന്നോട് പറയുക, അന്നേരം പറയാം 5,900 6,000 രൂപയോളം ഒരു ലോൺ പാസ്സാക്കാൻ. ഇത് നല്ല ശതമാനം കസ്റ്റമർക്കും നല്ല ശതമാനം വാഹനം എടുക്കുന്ന ആൾക്കാർക്കും അറിയില്ല. നമുക്കൊരു ലോൺ പാസ്സാക്കി തരുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളെല്ലാ പേപ്പറും സൈൻ ചെയ്ത് കൊടുത്ത് പോരുമ്പോൾ ഈ പ്രോസസ്സിംഗ് ഫീസ് ഇല്ലാത്ത ഒരുപാട് ബാങ്കുകളുണ്ട്. നമ്മൾ വാഹനം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ബാങ്കിനെ മാത്രം ആശ്രയിക്കാതിരിക്കുക. പല ബാങ്കുകളിൽ കയറി ചോദിക്കുക, പല ബാങ്കുകളിൽ അവിടെ സ്കീമുകൾ ചോദിക്കുക. ആ സ്കീമുകൾ അനുസരിച്ച് മാത്രമേ നമ്മൾ ലോണിലോട്ട് പോകാവുള്ളൂ. നമ്മൾ ആ ചാടിക്കയറി ഏതൊരു ബാങ്കിൻ്റെ ഒരാളെ കണ്ടു ലോൺ അവർ പാസ്സാക്കി തരാമെന്ന് പറയുമ്പോൾ ലോൺ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും അവരെ മാത്രം ആശ്രയിക്കരുത്. അങ്ങനെ വരുമ്പോഴുള്ള കാര്യമാണ് ഈ പ്രോസസ്സിംഗ് ഫീസ്. ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോൾ ഞാൻ അന്നേരം അയാൾ ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യും, നിങ്ങൾക്ക് ഈ 6,000 രൂപയോളം പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും ആലോചിക്കണം, നിങ്ങൾ മുമ്പോട്ട് എൻ്റെ പേപ്പറിൽ മാറ്റണ്ട എന്ന് പറയുകയും അതിനുശേഷം ഞാൻ കുറേയേറെ ബാങ്കുകളിൽ അന്വേഷിക്കുകയും വിളിച്ചു ചോദിക്കുകയും നേരിട്ട് പോവുകയും ചോദിച്ചപ്പോൾ പല ബാങ്കുകൾക്കും പ്രോസസ് ഫീസ് ഇല്ലാത്തതുകൊണ്ട് പല ബാങ്കുകൾക്കും നമുക്ക് അടയ്ക്കുന്ന രീതികളിൽ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തുടർന്ന് പറയാം ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ഈ പ്രോസസ്സിംഗ് ഫീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സിവിൽ സ്കോർ ഒന്നുകൂടെ പറയേണ്ടിയിരിക്കും. സിവിൽ സ്കോർ നമുക്ക് എങ്ങനെ കൂട്ടാം എന്ന് പലർക്കും അറിയില്ല. ഞാനൊരു സേവിങ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്ത് കുറേ പൈസ ഇട്ട് അതിനൊരു ഡെബിറ്റ് കാർഡ് ബാങ്ക് തരും. ആ ഡെബിറ്റ് കാർഡ് കൊണ്ട് പർച്ചേസ് ചെയ്താൽ നമ്മുടെ സിവിൽ സ്കോർ കൂടി വരില്ല. കൂടി വരും, അതിനൊരു പരിമിതമായ ലിമിറ്റിലേ കൂടി വരൂ. എപ്പോഴും ബാങ്കിന്റെ ലാഭം, എപ്പോഴും ബാങ്ക് സിവിൽ സ്കോർ കൂട്ടിയെടുക്കുന്ന കാര്യവും നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് ആ ക്രെഡിറ്റ് കാർഡിലൂടെ പർച്ചേസ് ചെയ്ത് നല്ല കസ്റ്റമറായി, നല്ല കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഗുണമുള്ള കസ്റ്റമർ, അവർക്ക് അനുകൂലമായ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, കൃത്യസമയത്ത് പൈസ അടയ്ക്കുന്നു, കൃത്യസമയത്ത് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പോയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സിവിൽ സ്കോർ കൂടി വരും. അങ്ങനെയാണ് ശരിക്കും സിവിൽ സ്കോർ കൂടുന്നതും പെട്ടെന്ന് കൂടുന്നത്. മറ്റത് ഡെബിറ്റ് കാർഡ് എടുത്ത് നമ്മൾ സാധാ സേവിങ് അക്കൗണ്ട് എടുത്ത് കുറേ പൈസ ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിന് പരിമിതമായ സിവിൽ സ്കോറിന് പോയിന്റ് കയറി വരുള്ളൂ. എന്നാൽ ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് പൈസ എടുക്കുകയും പർച്ചേസ് ചെയ്യുകയും അതുപോലെ തന്നെ തിരിച്ചടവ് സമയത്ത് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ വലിയ എമൗണ്ടിലോട്ട് പോകും. ഈ ശരിക്കും സിവിൽ സ്കോർ കൂടിയുള്ള ഗുണം നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് താത്ത് ബാങ്കുകൾ നമ്മൾ നല്ലൊരു കസ്റ്റമറാണെന്ന് ബാങ്കിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. നമുക്ക് ഏതിപ്പോൾ ചെന്നാലും ഒരു വലിയ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എന്ത് സാധനം പർച്ചേസ് ചെയ്യാം. വാഹനത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അതുകൊണ്ട് സിവിൽ സ്കോർ നമ്മൾ ജോബ് ഉണ്ടെന്ന് പറഞ്ഞാലോ നമ്മൾ ബിസിനസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാലും നമ്മുടെ ബാങ്കുകൾ ഇപ്പോഴത്തെ പുതിയ തലമുറ ബാങ്കുകളെല്ലാം തന്നെ നമ്മുടെ സിവിൽ സ്കോർ ആണ് നോക്കുന്നത്. അപ്പോൾ സിവിൽ സ്കോർ എങ്ങനെയാണ് ഉയർത്തുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിവിൽ സ്കോർ ഉയർത്തുന്നു എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരോട് ഈ ബാങ്കിനോട് അല്പം അന്വേഷിച്ചപ്പോഴത്തേനും വീണ്ടും ഒളിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ അയാൾ 6,000 രൂപയോളം പറഞ്ഞ ആ പൈസ മറ്റൊരു ബാങ്കിന് ഇല്ല, ഒന്നുമില്ല. ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ടുള്ള 400 രൂപ മാത്രം കൊടുത്താൽ മതി. ഓർത്തുകൊള്ളുക, 6,000-ന്റെ അകത്തുനിന്ന് പെട്ടെന്ന് 400 രൂപയിലേക്ക്. ഈ 400 രൂപ ഇല്ലാത്ത ബാങ്കുകളും ഉണ്ട്. ബാങ്കുകളുടെ പേര് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നില്ല, അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. ഒരുപാട് ബാങ്കുകൾ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും പ്രത്യേകം അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ വന്നാൽ ഞാൻ പറഞ്ഞു. ഒരു ബാങ്കിന് പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് പ്രത്യേകം പറയുന്നില്ല, എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും ആ ബാങ്കിനെ പൂർത്തി പറയേണ്ട ആവശ്യം. ഒരുപാട് ബാങ്കുകളുണ്ട്. എന്തായാലും SBI എന്ന് പറഞ്ഞാൽ 9% താഴെ ലോൺ കാർ ലോൺ ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു. ആ കാർ ലോൺ അല്ലാതെ ഇപ്പം ഞാൻ എടുത്ത കാർ ലോൺ 8.3 ഉള്ളൂ. ഞാൻ ലാസ്റ്റ് എടുത്ത ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ആ ബാങ്കിന്റെ കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുക. ഒരുപാട് ബാങ്കുകളുണ്ട്. ഇപ്പോൾ യൂക്കോ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് യൂക്കോ ബാങ്കിലൊക്കെ ബാങ്കിൽ വളരെ ഏറ്റവും കുറച്ച് ചെയ്യുന്ന ബാങ്കുകളൊക്കെയാണ് അങ്ങനെയുള്ള ബാങ്കുകൾ. ഒരുപാട് ബാങ്കുകൾ, എന്നാൽ HDFC, ഫെഡറൽ ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകൾ ഒരു പരിധി വരെ ഒന്നും കാര്യമായിട്ട് വഴങ്ങി തരുന്നില്ല, കസ്റ്റമർ ഗുണമുള്ളതല്ല. എന്നാൽ യൂക്കോ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെ കുറേ ബാങ്കുകൾ ബാങ്കിന്റെ പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ പോലും നമുക്ക് കസ്റ്റമർക്ക് ഗുണകരമായ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഏറ്റവും ഒളിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ലോണിന്റെ കാര്യം പ്രോസസ്സിംഗിന്റെ കാര്യം സെക്കൻഡ് ആയിട്ടൊരു കാര്യമാണ് പ്രീ ക്ലോസിംഗ് ചാർജ്. അത് ഏത് വാഹനം എടുക്കുന്ന ആൾക്കാരും അന്വേഷിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രീ ക്ലോസിംഗ് ചാർജ്. പ്രീ ക്ലോസിംഗ് ചാർജ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പ്രീ ക്ലോസിംഗ് ചാർജ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കുറേ ഫണ്ട് വന്നു. ആ ഫണ്ട് വന്നപ്പോൾ നമുക്ക് കൊണ്ട് അടച്ച് നമ്മുടെ വണ്ടി ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ അത് അന്വേഷിക്കുക, അതിന് പൈസ ഉണ്ടോ എന്ന്. നല്ലൊരു ശതമാനം ബാങ്കുകാരും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോണ് അവർ ലോൺ തന്നാൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ആ ഫിക്സ് ചെയ്തതിന് പരമായിട്ട് 3 കൊല്ലം അല്ലെ 2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ പ്രീകോഷൻ ചെല്ലുവാണെങ്കിൽ 3.5%, അതായത് 1 ലക്ഷം രൂപയ്ക്ക് 3,500 എന്നുള്ള കണക്കിൽ എത്ര ലക്ഷം എടുത്താൽ 10 ലക്ഷം എടുത്താൽ 35,000 രൂപ നമുക്ക് ഈ ലോൺ എടുത്ത തുക അതിന് ഇൻട്രസ്റ്റ് കൂടാതെ നമ്മൾ നേരത്തെ അടച്ചു തീർന്നെന്നുള്ള കുറ്റകൃത്യം ചെയ്ത ഒരാളാക്കി കണ്ടു. നമ്മളൊരു കുറ്റം ചെയ്താൽ നമ്മുടെ കുറേ പൈസ വന്നു, നമുക്ക് ആ ലോൺ ക്ലോസ് ചെയ്യണം. ആ ക്ലോസ് ചെയ്യാൻ ചെല്ലുമ്പോൾ പറയുകയാണ് പ്രീകോഷൻ ചാർജ് ഉണ്ട്, അത് ഇത്ര ശതമാനം, 3.5 തൊട്ട് 4.5 വരെയൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ കസ്റ്റമറെ പിഴിഞ്ഞ് വാങ്ങിക്കുക.
അതായത് 45,000 രൂപ 10 ലക്ഷം രൂപയ്ക്ക് ലോൺ അടയ്ക്കുന്നു, ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കുന്നു. നമ്മൾ നേരത്തെ കൊണ്ടേ അടയ്ക്കുന്നത് 45,000 എന്ന് വെച്ചാൽ പകുതി ആൾക്കാരും തിരിച്ചു പോയി നമ്മൾ 10 മാസം അടച്ചേക്കാന്ന് വിചാരിക്കും. ഇതില്ലാത്ത ബാങ്കുകളുണ്ട്. അന്വേഷിക്കുമ്പോൾ വാഹനം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രീ ക്ലോസിംഗ് ചാർജ് ഒന്നും തന്നെയില്ല. എപ്പോൾ കൊണ്ട് ക്ലോസ് ചെയ്താൽ ഒരു പൈസ പോലും ഇല്ലാത്ത ബാങ്കുകളുണ്ട്. അങ്ങനെയുള്ള ബാങ്കുകളിൽ നിന്ന് എടുക്കാമുള്ളൂ ലോൺ. ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ആദ്യത്തെ പ്രോസസിംഗ് ഫീസ് ഇല്ലാത്ത വാങ്ങിക്കുക, രണ്ടാമത് പ്രീ ക്ലോസിംഗ് ചാർജ് ഇല്ലാത്ത ബാങ്കിൽ ലോൺ എടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, നമ്മളൊരു വാഹനം എടുക്കേണ്ട ആൾക്കാർ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും അറിയില്ല. ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എത്ര വർഷത്തേക്ക് എടുക്കണം, 5 കൊല്ലം എടുക്കണോ, 7 കൊല്ലം എടുക്കണോ, 9 കൊല്ലം എടുക്കണം എന്നാണോ, അത് 3 കൊല്ലത്തെ എടുത്തേക്കാൻ മതി. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴും നീണ്ട സമയപരിധിയുള്ള സമയം എടുത്തിട്ട് ശരാശരി 5 കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി നോക്കി ഇഷ്ടംപോലെ കാൽക്കുലേഷൻ ആപ്പുകളുണ്ട്. ഈ ആപ്പ് എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വർഷം കൊടുക്കുക, എത്ര ഇയറിനാണ് എടുക്കുന്നത്, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക. ബാങ്ക് പറഞ്ഞേക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 8.3 ആണ് എന്ന് വെച്ചാൽ നമ്മുടെ അടവ് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു മാസം അടയ്ക്കേണ്ട തുക എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അങ്ങനെ അറിഞ്ഞിരുന്നുള്ള ഗുണം, നമുക്ക് ലോൺ തരുന്ന ആളുടെ ബാങ്കിന്റെ ആ ആളോട് ചോദിക്കാം, എനിക്ക് മാസം അടയ്ക്കേണ്ട രൂപ ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇത്ര രൂപ അല്ലേ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ അടയ്ക്കേണ്ട തുക, അല്ലെങ്കിൽ 8 ലക്ഷം രൂപയ്ക്ക്, അല്ല 5 ലക്ഷം രൂപയ്ക്ക് അടയ്ക്കേണ്ട തുക നമ്മുടെ കാൽക്കുലേഷൻ നമ്മുടെ ഫോണിൽ എടുത്ത് നോക്കിയാലുണ്ട്. അവർക്ക് തെറ്റാൻ പറ്റത്തില്ല, അവർക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് കാൽക്കുലേഷൻ അറിയാൻ പാടില്ലെങ്കിൽ ഒരുപാട് ആപ്പുകൾ സൈറ്റ് നിങ്ങൾക്ക് ആവശ്യം അറിയത്തില്ലെങ്കിൽ മെസ്സേജ് അയച്ചു ചോദിക്കുക, ഏത് സൈറ്റിലാണ് കിട്ടുന്നുള്ളത്, അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി, അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ ബാങ്കിന് പറ്റിക്കാൻ പറ്റാത്ത മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ പഠിച്ചിരുന്ന. നാലാമത്തും ഏറ്റവും ലാസ്റ്റായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലോൺ എടുക്കേണ്ടത് ഏത് തരത്തിലുള്ള ലോൺ ആയിരിക്കണം എന്നുള്ളതാണ്. 2 തരം ലോണുകളുണ്ട്. ആ 2 തരം, ഒന്ന് ഫ്ലാറ്റ് റേറ്റ് തരുന്നു, ഒന്ന് ഡീമിനിഷിങ് തരുന്നു. ഫ്ലാറ്റ് റേറ്റിലുള്ള ലോൺ ഒരു കാരണവശാലും ഒരു കസ്റ്റമർ എടുക്കരുത്. ഗുണകരമല്ലെന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് ലാഭകരമല്ല, നമ്മുടെ പൈസ പോലും. എന്നാൽ ഫ്ലോട്ടിംഗ് റേറ്റ് ആയിട്ട് ഡീമിനിഷിംഗ് ഉള്ള റേറ്റ് ആണെന്ന് എടുക്കുന്നെങ്കിൽ നമുക്ക് വളരെ പക്കായ യൂസബിൾ ആണ്. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം പറയാം. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ലോണിന് ബാങ്ക് അന്നേ ദിവസത്തിന് ഇൻട്രസ്റ്റ് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വർഷത്തേക്കാണോ അത്ര വർഷത്തേക്ക് മാസങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്ത് തരുന്നു. നമ്മൾ എന്ന് ക്ലോസ് ചെയ്താലും എപ്പോൾ ക്ലോസ് ചെയ്താലും സെയിം ചാർജ് ആയിരിക്കും. ഒരു മാറ്റവും ഒരു ഗുണവും ഉണ്ടാവില്ല. RBI റൂൾ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഒറ്റ റേറ്റ് ആയിരിക്കും, നമുക്ക് ഒരു ഗുണവുമില്ല നമുക്ക്. എന്നാൽ ഫ്ലാറ്റ് മാറി ഡീമിനിഷിങ്ങിലോട്ട് വന്നുള്ള ഗുണം, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ 5 ലക്ഷം രൂപ അടയ്ക്കുന്നു, അതിനകത്ത് ഒരു ഇത്ര ശതമാനം 10,000 രൂപയൊക്കെയാണ് ലോൺ വരുന്നതെങ്കിൽ ആ ലോൺ എമൗണ്ടിന്റെ കൂടെ നമുക്ക് കുറച്ച് പൈസ പോകുന്നു, ഒരു 40,000 30,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് ലോണിലോട്ട് അടയ്ക്കുമ്പോൾ പറഞ്ഞടയ്ക്കുക. ലോണിന്റെ പൈസ ഒഴിച്ച് ബാക്കി ഇതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് അടയ്ക്കാൻ പറഞ്ഞാൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് പൊതുമുതലിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയുകയും ചെയ്യും. കൂടാതെയുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീമിനിഷിംഗ് റോളിൽ ഏറ്റവും ബെനിഫിറ്റ് വന്ന RBI എപ്പോൾ, കേന്ദ്ര ഗവൺമെന്റ് എപ്പോൾ RBIയുടെ കീഴിൽ വരുന്ന കേന്ദ്ര ഗവൺമെന്റ് ബാങ്കുകളിൽ എപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നോ അതെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. മുഴുവൻ തുകയും, അതായത് ഇപ്പം നമുക്ക് ഇന്ന് 8.5 ഉണ്ട്, അടുത്ത വർഷം ബാങ്കിന്റെ പലിശ വരുന്നത് 8%. 8% നമ്മൾ അടച്ചാൽ മതി. മാത്രമല്ല ഡീമിനിഷിങ്ങിലാണെങ്കിൽ നമുക്ക് എത്ര പൈസ വെള്ളം കൂട്ടി അടച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് താഴെ കൊണ്ടുവരാൻ പറ്റും. പ്രിൻസിപ്പളായിട്ട് ലോണിലോട്ട് ഒരു പൈസ കയറുകയും ചെയ്യും. ഫ്ലാറ്റാണ് അത് അങ്ങനെ വരികയില്ല. നമ്മൾ എടുക്കുമ്പോൾ തൊട്ട് അവസാനം വരെ ഫ്ലാറ്റിൽ അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നഷ്ടത്തോട് നഷ്ടമായിരിക്കും. ബാങ്ക് ലോൺ അറിയാൻ മേലാത്ത പലരും പോയി ഏതെങ്കിലും പേപ്പറിൽ ഒപ്പിടും. പിന്നെ നമുക്ക് എപ്പോൾ നമ്മളിതൊക്കെ പഠിക്കുന്നത് അബദ്ധം പറ്റിയ ശേഷമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നല്ല ഗുണകരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് ലോൺ എടുക്കുന്ന ഏത് ബാങ്ക് ആയാലും ഈ ബാങ്കുകൾക്കെല്ലാം ഒരു മാനേജർ പോസ്റ്റിൽ ഒരു ബാങ്ക് മാനേജർ കാണും. ആ ബാങ്ക് മാനേജർ ചെയ്യുന്ന ഒരു 10 ലക്ഷം രൂപയ്ക്കുള്ള ലോൺ പാസ്സാക്കാണ്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ സാധിക്കും, ഒരു ഫോർമാലിറ്റി ഇല്ലാതെ. എന്നാൽ ഒരേ സെയിം ബ്രാഞ്ചിലിരിക്കുന്ന ഇപ്പോൾ ഒരു ഫെഡറൽ ബാങ്കിന്റെ അല്ലെങ്കിൽ യൂക്കോ ബാങ്കിന്റെ അല്ലെങ്കിൽ ധനലക്ഷ്മി ബാങ്കിന്റെ ഏത് ബാങ്കിന്റെ ആണല്ലോ ഒരു മാനേജർ നമ്മളവിടെ ചെന്ന് ലോൺ ചോദിക്കുമ്പോൾ, സോറി അതിപ്പം ചെയ്യാൻ പറ്റത്തില്ല ഈ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടോ സങ്കടപ്പെട്ടോ പോകണ്ട, അതേ സെയിം ബ്രാഞ്ച് തന്നെ അടുത്ത എവിടെയെങ്കിലും ഉണ്ട് അവിടെ പോയി ആ മാനേജർ ചെയ്തു തരും. കാരണം ഒരു മാനേജർ തന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടുകയോ ചെയ്യാതിരിക്കുകയോ. കുറേയേറെ ബാങ്കിൽ ഇപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാങ്ക് മാനേജരോട് സംസാരിച്ചാൽ ഡോക്യുമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ലോൺ തരാൻ വേണ്ടി തന്നെ ബാങ്കിൽ തുറന്നു വെച്ചിരിക്കുന്നത്, ആ ലോൺ തരികയും ചെയ്യും. നമ്മുടെ കാര്യം ഈ സിവിൽ സ്കോർ മാത്രമാണ് നമ്മുടെ ഘടകമായിട്ടുള്ള. സിവിൽ സ്കോർ എങ്ങനെ കൂട്ടുമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ബാങ്കുകളിൽ തന്നെ പല പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും പ്രോസസിംഗ് ചാർജ് വ്യത്യാസങ്ങളും ഉണ്ട്. ഇവർക്ക് ടാർജറ്റ് ഉണ്ടാകും, മാനേജർമാർ അതെല്ലാം ചെയ്താണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു നല്ല ഒരു മാനേജറെ കണ്ടെത്തുകയാണെങ്കിൽ, നല്ലൊരു ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ലോൺ സെക്ഷൻ എക്സിക്യൂട്ടീവിനെ കണ്ടെത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കത് കിട്ടും.
നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ലോൺ നമുക്ക് ആവശ്യമുള്ളതാണ്, ലോൺ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. ആ അടയ്ക്കേണ്ട ലോണിനകത്ത് നമുക്ക് ഒരുപാട് കൊള്ള പലിശ കൊണ്ടേ കൊടുത്ത് നഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മുടെ ലോൺ. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ലോൺ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം എടുക്കുക. നമുക്ക് ലോണിൻ്റെ ആവശ്യകത നമ്മളെ പോലെ തന്നെ തിരിച്ചടയ്ക്കുമ്പോൾ ഉള്ള ലാഭങ്ങളും നമ്മൾ വാഹനം എടുക്കുമ്പോൾ തന്നെ പഠിച്ചിരിക്കണം. വാഹനം എടുക്കുന്ന നമ്മുടെ ആവശ്യത്തിനാണ്, നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ വാഹനം. നമ്മൾ ആ വാഹനം എടുത്തിട്ട് ലോൺ അടച്ച് സങ്കടപ്പെടാൻ അവസരം വരരുത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നാളെ ഒരു വാഹനം എടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാം ചെയ്യണം എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതായിരിക്കും. ഈ കൂടെ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, NOC, അതായത് നമ്മൾ ലോൺ ക്ലോസ് കഴിയുമ്പോൾ നമുക്ക് ബാങ്ക് തരേണ്ട ഒരു പേപ്പറാണ് NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങിച്ചിരിക്കണം. വാങ്ങിച്ചുള്ള ഗുണം നമുക്ക് പിന്നീട് ഒരു കംപ്ലൈൻറ്റ് ബാങ്ക് നമ്മൾ അടച്ചിട്ടില്ല, കുടിശ്ശിക വരുത്തി ഒന്നൊന്നും പറയാൻ പറ്റില്ല. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിന് പല ബാങ്കുകളും ചാർജ് ഈടാക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ എന്ന് ലോൺ എടുക്കുന്ന കൂടെ തന്നെ ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ നമ്മളിരുന്നാൽ ഇവർ വലിയ ചാർജുകൾ, പല ബാങ്കുകളും എനിക്കൊന്ന് 1500, 2000, 2500 രൂപ വരെ വാങ്ങിക്കുന്ന ബാങ്കുകളുണ്ട്. അതിന് മുകളിൽ വാങ്ങിക്കുന്നുണ്ട്. ഈ പ്രൈവറ്റ് ബാങ്കിൻ്റെ പേര് പറയുന്നില്ല, പല പ്രൈവറ്റ് ബാങ്കുകളും 5000 രൂപ വരെയൊക്കെ വാങ്ങിക്കും. എന്നിട്ട് അവർ വേറെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 മാസം സമയം തരും ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പേപ്പറിന്. ഈ 3 മാസത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ വണ്ടിയിലിൻ്റെ RC ബുക്കിൻ്റെ അകത്ത് ബാങ്കിൻ്റെ, അതായത് MBDക്ക് കൊടുത്ത് നമ്മുടെ ബുക്കിൽ അത് മാറ്റിയെടുത്തില്ല, ഹൈപ്പോത്തിക്കേഷൻ മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ മറന്നു പോവുക, നമ്മുടെ വീട്ടിൽ വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഇതുപോലെ തന്നെ പിന്നെയും അപേക്ഷ വെച്ച് 7-8 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഈ പേപ്പർ തരുള്ളൂ, തിരിച്ച് NOC സർട്ടിഫിക്കറ്റ് തരുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പിന്നെയും വാങ്ങിച്ച് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പം വീണ്ടും എത്ര രൂപയാണോ ബാങ്കിന് ആദ്യമേ കൊടുത്ത് അതുപോലെ തന്നെ ഒരു അപേക്ഷ വെച്ച് വീണ്ടും പൈസ കൊടുക്കുക, നമ്മൾ ബാധ്യസ്ഥരാകും. അതുകൊണ്ട് അങ്ങനെ ഒരു പൈസ പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ ഉള്ളൂ ലോൺ എടുത്തിട്ട് ക്ലോസ് ചെയ്യുമ്പോഴത്തേന് NOC കിട്ടുന്നതിന് ചാർജ് ഈടാക്കുന്നുണ്ടോ എന്നും ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ചാർജ് ഈടാക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. NOC എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ടതാണ്. അത് അങ്ങനെ റൂൾ ഉള്ളതാണ്. പക്ഷേ പല ബാങ്കുകളും പൈസ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണോ നമ്മുടെ ഇവിടുത്തെ MBDയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഇതിനെതിരെ നടപടികളൊന്നും എടുക്കുന്നില്ല. എന്നാൽ ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. പല ബാങ്കുകളും ഒരു പൈസ പോലും വാങ്ങിക്കാൻ NOC കിട്ടും. എപ്പം വേണമെങ്കിലും ക്ലോസ് ചെയ്ത് അപ്പം വേണമെങ്കിൽ നമുക്ക് ആ പേപ്പർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നമ്മുടെ ബുക്കിൽ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാം. പൈസ വാങ്ങിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റിന് വേണ്ടി പൈസ വാങ്ങിക്കുന്നിടത്ത് നിങ്ങൾ ലോൺ എടുക്കരുത്. ലോൺ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കുക. അത് വിവരമായിട്ട് എഴുതിയും വാങ്ങിക്കുക. അല്ലെങ്കിൽ ആ സമയമാകുമ്പം അവർ പറയും അന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് മാറി അത് തരണ്ടായിരുന്നു പറയും. റിക്കാർഡിക്കലായിട്ട് നമ്മൾ എഴുതി വാങ്ങിക്കുക. NOC സർട്ടിഫിക്കറ്റ് ഏതൊക്കെ പേപ്പർ തരുന്നുണ്ടോ, അവരെന്തെല്ലാം ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട്, എന്തെല്ലാം ഡീറ്റെയിൽ പറയുന്നോ അതെല്ലാം നമ്മൾ പ്രൂഫായിട്ട് വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക. വാഹന സംബന്ധമായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്ക് വന്ന നഷ്ടങ്ങളും എനിക്ക് വന്ന ഗുണങ്ങളുമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.